വ്യാജരേഖ ചമച്ചുള്ള അവയവ കടത്ത് കേസിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെ ചോദ്യം ചെയ്ത് ഇ.ഡി. ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് മറിയ വർഗീസ് ഇ.ഡിക്ക് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ഞായറാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നുവെങ്കിലും സാവകാശം തേടുകയായിരുന്നു. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായാണോ ഇന്നിപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്? ഗൗതം, നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ നടന്നിരുന്നു. ആ റെയ്ഡിന്റെ തുടർച്ചയായിട്ടാണ് അതുമായി ബന്ധപ്പെട്ട ആശുപത്രികളുടെ പ്രതിനിധികളെയും ഡോക്ടർമാരെയും എല്ലാം തന്നെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലക്ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരെയും ഒപ്പം തന്നെ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെയും ഒപ്പം തന്നെ മാനേജ്മെന്റ് പ്രതിനിധികളെയും എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് സൂപ്രണ്ട് മറിയ വർഗീസ് എന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചു. എന്നാൽ കഴിഞ്ഞയാഴ്ച ഹാജരാകാൻ കഴിയില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു ഡോക്ടർമാർ. തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമൻസ് നൽകിയതും. അതിന്റെ അടിസ്ഥാനത്തിൽ മറിയ വർഗീസ് എന്നിപ്പോൾ ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് വിധേയയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ഈ ഡോക്ടർമാർക്ക് ലഭിച്ചിരുന്ന രോഗികളുടെ വിവരങ്ങൾ എങ്ങനെയാണ് ഏജന്റുമാർക്ക്, അവയവ കച്ചവട റാക്കറ്റിലെ ഏജന്റുമാരുടെ കൈവശം എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മാത്രമല്ല, ഈ അവയവ കച്ചവട റാക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കടലാസ് സംഘടനകളുമായി പല സ്വകാര്യ ആശുപത്രികളും കരാറുകൾ ഒപ്പിട്ടിരുന്നു. രോഗികൾക്ക് ആവശ്യമായ വൃക്കയും ഒപ്പം തന്നെ കരളുമെല്ലാം തന്നെ നൽകുന്നതിന് വേണ്ടി, അവയവമാറ്റ ശസ്ത്രക്രിയക്ക് നൽകുന്ന ആളുകളെ കണ്ടെത്തുന്നത്, ദാതാക്കളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കിയിരുന്നത്. പലപ്പോഴും രോഗികളെ എത്തിക്കുന്നതിനുള്ള കരാർ എന്നായിരുന്നു പുറമേക്ക് ഇത് അറിയുകയും ചെയ്തിരുന്നത്. ഗൗതം, ഓക്കെ, ജിജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.